എല്ലാവരും പ്രൊമോ കണ്ടല്ലോ. ലാലേട്ടൻ വൺ ഫയർ റൊമാൻറ്റിഫിക്കേഷൻ പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. എല്ലാത്തിനും അറഞ്ചം പൊറഞ്ചം കിട്ടിയിട്ടുണ്ട്. അനുവിനും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അനു പറഞ്ഞത് കള്ളം പറ്റില്ലെങ്കിൽ ഇറങ്ങി പൊയ്ക്കോ, ആരാന്ന് വെച്ചാൽ ഇറങ്ങി പൊയ്ക്കോ, ബിഗ് ബോസിനെ നന്നാക്കാനും കളിപ്പിക്കാനും ഒന്നും ഇങ്ങോട്ട് നിൽക്കണ്ട, നമുക്കറിയാം ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഡയലോഗ്. യുനോ ഇത് ചോദിച്ചു വാങ്ങിച്ചതാണ്. നിങ്ങൾ ആരും കാണാത്തതാണോ, അല്ലെങ്കിൽ ഞങ്ങൾ ആരും കാണാത്തതാണോ കണ്ടേന്നുള്ള രീതിയിൽ. അവിടെ ഹിഡൻ ക്യാമറാസ് എന്തോരം ഉണ്ടെന്ന് എക്സ് കണ്ടസ്റ്റൻസ് ആയ ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. കാരണം അത്രയും ക്യാമറ കൊണ്ട് മൂടിയിരിക്കുന്ന ഒരു ഹൗസാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്. അതേപോലെ മൈക്ക് ഇപ്പൊ നമ്മൾ സപ്പോസ് ഒന്ന് നീക്കിയാലും അവർക്ക് അത് കേൾക്കാനുള്ള പരിപാടിയും സംഭവം കാര്യങ്ങളെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ആക്ച്വലി ഇത് എല്ലാ ചില സദാചാരം അല്ലെങ്കിൽ ചില മഞ്ഞപ്പിത്തമുള്ള തവളകൾക്കുള്ള പോലെ തന്നെ മഞ്ഞപ്പിത്തമല്ല ലൈക്കിനോ എന്ത് കണ്ടാലും മഞ്ഞാന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവം പോലെ തന്നെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ നിന്ന് തോന്നിയ ഒരു സംഭവത്തിനെ വിപുലീകരിച്ച് കണ്ട ആ ഒരു പ്രസ്താവനയാണ് അവിടെ വന്നിരിക്കുന്നത്. അത് അറഞ്ചം പൊറഞ്ചം കീറിയിട്ടുണ്ട്, നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അതേപോലെ ശൈത്യ നല്ല രീതിയിൽ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വളയ്ക്കാൻ നോക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നുള്ളൊരു സംഭവമായിരുന്നു. അതിന് കുറെ അനു PR ഫാൻസ് വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, തോന്നിയിട്ടില്ല എന്ന്. എനിക്ക് അങ്ങനെ ഒരു വളയ്ക്കൽ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ശൈത്യ എന്ന് സത്യാവസ്ഥ സംസാരിച്ചു. ആര്യനെ അനുവിന് ഇഷ്ടമാണ്, അനുവിന് ആര്യ ഇഷ്ടമാണെന്നുള്ള കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശൈത്യ അവിടെ സംസാരിച്ചു. കാരണം ശൈത്യ ഓൾറെഡി ഉരുപൊട്ടിയിരിക്കുകയായിരുന്നു അനുവായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. ഇതിൽ അത് ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്തു. അതേപോലെ മസ്താനിക്കും വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട് പുറത്തെ കാര്യങ്ങൾ സംസാരിച്ചതിന്. ഇന്നത്തെ എപ്പിസോഡ് ഒരു പോയിന്റ് പോലും കളയാൻ, കണ്ണിമ ഇങ്ങനെ അടയ്ക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഫുൾ ഫയർ ആയിട്ടാണ് ലാലേട്ടൻ ചെയ്തിരിക്കുന്നത്. എന്തൊരു നാണംകെട്ട പരിപാടിയാണ് ഈ ചെയ്തേക്കണെന്ന് വരെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഡെമോ ചെയ്തതിന്റെ ആ ഒരു ഡെമോ കാണിച്ചു കൊടുത്തല്ലോ അനുമോള്, അതിന്റെ കാര്യത്തിനൊക്കെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. സോ ആകെ മൊത്തം ടോട്ടലി ഇത് ഇന്ന് ഫുൾ ഫയർ ആണ്. എല്ലാവർക്കും നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. അനുവിന് ലിറ്ററലി ഇന്ന് ബാഡ് ലക്ക് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കാര്യങ്ങൾ അനു പറയുന്നുണ്ട്, ബിഗ് ബോസിന് വേണ്ടി ഞാൻ കണ്ടന്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ തരുന്ന പൈസയ്ക്ക് ഞാൻ കൂറ് കാണിക്കുന്നു. നോ, ബിഗ് ബോസിന് അറിയാം ഇതെങ്ങനെ കൊണ്ടുപോകണം, കണ്ടസ്റ്റൻസിന് എന്തൊക്കെ ടാസ്ക് കൊടുക്കണം, TRP റേറ്റ് എങ്ങനെ കൂട്ടണം, എന്നാൽ കുറഞ്ഞോ അതെങ്ങനെ ഈ രീതിയിൽ ഹൈപ്പാക്കണം. അവർ തരുന്ന ഓരോ സംഭവങ്ങളും നമ്മളിങ്ങനെ ലീഡ് ചെയ്ത് കളിച്ച് മുന്നോട്ട് അങ്ങ് പോയാൽ മതി. അവർക്ക് കണ്ടന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ അല്ല അവർ ഇത്രയും വലിയൊരു ഷോ ചെയ്തിട്ട് കണ്ടസ്റ്റൻസിനെ പറക്കി ആ വീടിനുള്ളിലോട്ട് കൊണ്ടിടുന്നത്. സോ ബിഗ് ബോസിനിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സത്യം തന്നെയാണ്. സോ ഇത്തവണ അനുവിന്റെ ഫാൻസിന് എന്താണ് പറയാനുള്ളത്? ഇതിനു മുമ്പ് ഒരു കമന്റ് ഉണ്ടായിരുന്നു, അനുവിന്റെ അടുത്ത് ഞാൻ തലയിൽ വെച്ചേക്കണോ എന്നുള്ളത്. ഞാൻ എന്റെ കൊച്ചിനെ തന്നെ എടുത്ത് തലയിൽ വെച്ചിട്ടില്ല. ഷീസ് ഹിയർ, എപ്പോഴും എന്റെ കൂടെ തന്നെ നടക്കുന്ന ഒരു വ്യക്തിയാണത്. ആൻഡ് കണ്ടസ്റ്റൻസ് എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. കാരണം ആര് നന്ന രീതി കളിക്കുന്നു അത് പറയുന്നു, ചീത്ത രീതി കളിച്ചാൽ അത് പറയുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ അഭിപ്രായം എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അനു പറഞ്ഞ ഈ ഒരു സംഭവം വീക്കെൻഡിൽ ഐ വാസ് ലിറ്ററലി വെയിറ്റിംഗ് എന്തായിരുന്നു സത്യം അറിയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ അനുവിന്റെ ഫാൻസ് പറയാൻ പോകുന്നു ലാലേട്ടന്റെ സിനിമ ഞാൻ ഇനി കാണാൻ പോകുന്നില്ല, കേരളം കത്തിക്കുന്നൊക്കെ ആയിരിക്കും. ഒരു കാര്യമില്ല, ഇത് ബിഗ് ബോസ് ആണ്. അതേപോലെ തന്നെ പ്രൊമോയില് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ കറക്റ്റ് ആയിട്ട് പഞ്ച് ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് പോകുന്നത്. ഫുൾ ഫയർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട പോലെ കുറുക്കിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. അതിൽ ശൈത്യ പറയേണ്ട കാര്യം ശൈത്യം സംസാരിച്ചിട്ടുണ്ട്. അത്രയും ബെസ്റ്റ് ഫ്രണ്ടായ ശൈത്യോട് പറഞ്ഞ കാര്യമാണ്. അതിൽ ആര്യനും എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, ഇഷ്ടമാണെന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നതിന്റെ ഇടയിലാണ് ഇത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ആര്യനും ഗിസയിലും ഉമ്മച്ചതുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുള്ള ഡെമോ കൊടുത്തതിന് എല്ലാത്തിനും നല്ല രീതിയിൽ പറ്റില്ലെങ്കിൽ ഇറങ്ങിക്കോ, മുട്ടം പണി അനുവിന് വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ എത്ര പേര് നമുക്ക് നോക്കാം. ഇപ്പൊ വേണമെങ്കിൽ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് രേണു മിണ്ടിയിട്ടില്ല, ഇറങ്ങണമെങ്കിൽ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞതില്ലേ. എന്തായാലും ഫുൾ ഫയർ ആണ്. ചോദിച്ചു വാങ്ങിച്ചതാണ്, എല്ലാം ചോദിച്ചു വാങ്ങിച്ചതാണ്.